ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പുകാലത്തിൻ്റെ 5-ാം ഞായറാഴ്ചയിലേക്ക് നമ്മുടെ വിശ്വാസ ജീവിതം പ്രവേശിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ യേശുവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ആ രംഗമാണ്. സ്നേഹമുള്ളവർ, ഈ സുവിശേഷ ഭാഗം ഉടനീളം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ചിന്ത ഇതാണ്: എത്ര മനോഹരമായിട്ടാണ് ദൈവം ഒരു മനുഷ്യനെ, ഇടറിപ്പോയ ഒരു മനുഷ്യനെ വീണ്ടെടുക്കുന്നത് എന്ന വിചാരമാണ്. ലജ്ജിക്കാൻ അനുവദിക്കാതെ, ആ വ്യക്തിയുടെ തല താഴ്ന്നു പോകാൻ, ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ തല താഴ്ന്നു പോകുവാൻ ഇടവരുത്താതെ, ഒരല്പം പോലും അഭിമാനത്തിന് ക്ഷതമേൽക്കാതെ ദൈവം ഒരു മനുഷ്യനെ വീണ്ടെടുക്കുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചയ്ക്കാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ഞാൻ എപ്പോഴും ഓർത്തു പോകുന്ന ഒരു ചെറിയൊരു കഥയുണ്ട്. എൻ്റെ വിശ്വാസ ജീവിതത്തിൽ എനിക്ക് ഒത്തിരിയേറെ സഹായകരമായിരുന്ന ഒരു ചെറിയ കഥ. അതൊരു ചിത്രകാരൻ്റെ കഥയാണ്. തെരുവിലിരുന്ന് ചിത്രം വരയ്ക്കുന്ന ഒരു ചിത്രകാരൻ്റെ മുമ്പിൽ ഒരിക്കൽ കുടിച്ച് ലെക്ക് കെട്ട ഒരു മനുഷ്യൻ വന്നിരുന്നുകൊണ്ട് പറഞ്ഞു, എടോ, താൻ വലിയ ചിത്രകാരനാണ് എന്നൊക്കെയല്ലേ പറയാറ്, തനിക്ക് പറ്റുമോ എൻ്റെ ഈ മുഖം ഒന്ന് വരച്ചെടുക്കാനായിട്ട്? ചിത്രകാരൻ വളരെ ശാന്തമായിട്ട് മറുപടി നൽകി, എൻ്റെ മുമ്പിൽ കുറച്ച് നേരം ഇരുന്ന് തരികയാണെങ്കിൽ ഞാൻ താങ്കളുടെ മനോഹരമായിട്ടുള്ളൊരു ചിത്രം വരച്ചു തരാം. ഈ മദ്യപനായിട്ടുള്ള മനുഷ്യൻ ഈ ചിത്രകാരൻ്റെ മുമ്പിൽ ഇരുന്നു കൊടുത്തു. സമയം ഇഴഞ്ഞു നീങ്ങി. ഒരു 10-15 മിനിറ്റുകൾക്ക് ശേഷം ഈ ചിത്രകാരൻ ഈ കുടിയനായിട്ടുള്ള മനുഷ്യൻ്റെ മനോഹരമായിട്ടുള്ളൊരു മുഖം വരച്ച് അദ്ദേഹത്തിന് തിരികെ സമ്മാനിച്ചു. ഈ കുടിയൻ ഇത് ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരല്പനേരം ഈ ചിത്രത്തിലേക്ക് ഇങ്ങനെ ശാന്തമായി നോക്കിയിരുന്നതിന് ശേഷം ഇയാൾ ദേഷ്യത്തോടു കൂടി ഈ ചിത്രകാരനോട് പറഞ്ഞു, എടോ, താൻ എന്ത് ചിത്രമാണ് ഈ വരച്ചു വച്ചിരിക്കുന്നത്? താൻ എന്നെ വരച്ചു വച്ചിരിക്കുന്നു എന്നത് സത്യം തന്നെയാണ്, പക്ഷേ താൻ ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കിക്കേ, എൻ്റെ മുഖത്തിലേക്കും ഒന്ന് നോക്കിക്കേ. എൻ്റെ മുഖത്ത് ചിരി നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യനാണ് ഞാൻ. കാരണം എൻ്റെ കുടുംബം നോക്കാതെ ഒരുപാട് തെറ്റുകൾക്കടിമയായി കുടിച്ച് ലെക്ക് കെട്ടി ജീവിതത്തിലെ ഓരോ ദിവസവും തള്ളി നീക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ കുടുംബമൊക്കെ നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് എൻ്റെ മുഖത്തെ ചിരി നഷ്ടപ്പെട്ടിട്ട് വർഷങ്ങളായി. പക്ഷേ താൻ വരച്ചു വച്ചിരിക്കുന്ന ഈ ചിത്രത്തിൽ എൻ്റെ ഈ മുഖത്തിൽ എന്തൊരു മനോഹരമായിട്ടുള്ള ചിരിയാണുള്ളത്. ഇനി അതുമാത്രമല്ല, താൻ എൻ്റെ കണ്ണുകളിലേക്കൊന്ന് നോക്കി. ഈ കുടിജീവിതം കൊണ്ട് എൻ്റെ കണ്ണിലെ ജീവനൊക്കെ നഷ്ടപ്പെട്ടു പോയൊരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ കണ്ണിനൊരു പ്രകാശമില്ല, ഒരു തെളിച്ചമില്ല. പക്ഷെ താൻ വരച്ചു വച്ചിരിക്കുന്ന ഈ ചിത്രത്തിൽ ഈ വ്യക്തിയുടെ, അതായത് എൻ്റെ മുഖത്തിന്, എൻ്റെ കണ്ണുകൾക്ക് എന്തു പ്രകാശമാണ്, എൻ്റെ മുഖത്തിന് എന്തൊരു പ്രസന്നതയാണ്. ഇതൊന്നും എൻ്റെ യഥാർത്ഥ മുഖത്തിലില്ലല്ലോ, പിന്നെ താൻ എന്താണ് ഈ വരച്ചു വച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ചിത്രകാരനെതിരെ തിരിയാൻ തുടങ്ങി. ഈ ചിത്രകാരൻ ശാന്തമായി ഇതൊക്കെ കേട്ടതിന് ശേഷം മറുപടി നൽകുന്നത് ഇങ്ങനെയാണ്: എടോ, തനിക്ക് തൻ്റെ അതേ മുഖമാണ് വേണ്ടതെങ്കിൽ താൻ സമീപിക്കേണ്ടത് എന്നെയല്ല, ഒരു ഫോട്ടോഗ്രാഫറിൻ്റെ അടുത്താണ്. അദ്ദേഹം ഫോട്ടോ എടുത്താൽ താൻ എന്താണോ അതേ മുഖം തനിക്ക് തിരിച്ചു കിട്ടും. പക്ഷെ ഞാനൊരു ചിത്രകാരനാണ്, ഭാവനയിൽ അഭിരമിക്കുന്നൊരു മനുഷ്യൻ. എന്നെ സംബന്ധിച്ചിടത്തോളം താനിപ്പോൾ എന്താണ് എന്നുള്ളതല്ല, തനിക്ക് എന്തായിത്തീരാൻ പറ്റും എന്നതിലേക്കാണ് ഞാൻ നോക്കുന്നത്. ആ ഒരു കാഴ്ചയാണ് ഞാൻ ഈ ചിത്രത്തിൽ വരച്ചു വച്ചിരിക്കുന്നത്. അതായത് തനിക്ക് തൻ്റെ നഷ്ടപ്പെട്ടു പോയ ചിരി വീണ്ടെടുക്കാവുന്നതേ ഉള്ളൂ, തൻ്റെ മുഖത്തിൻ്റെ പ്രസന്നത തനിക്ക് തിരികെ പിടിക്കാവുന്നതേ ഉള്ളൂ, തനിക്ക് തന്നെ വീണ്ടെടുക്കാവുന്നതേ ഉള്ളൂ. അതാണ് ഞാൻ ഈ ചിത്രത്തിൽ വരച്ചു വച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കഥ അവസാനിക്കുമ്പോൾ, സ്നേഹമുള്ളവരെ, എൻ്റെ വിശ്വാസ ജീവിതത്തിന് ഒത്തിരിയേറെ ആശ്വാസം നൽകിയിട്ടുള്ളൊരു കഥയാണത്. കാരണം നമ്മളൊക്കെ ഇടറിപ്പോകാൻ സാധ്യതയുള്ള മനുഷ്യരാണ്. ഇടറിപ്പോയ ഒരു മനുഷ്യന് ദൈവത്തിന് മുമ്പിൽ എത്രത്തോളം സ്ഥാനമുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ഇത്രത്തോളമുണ്ട്. അതായത് ഒരു നിമിഷം പോലും ലജ്ജിക്കാൻ അനുവദിക്കാതെ, നമ്മുടെ ശിരസ് ദൈവത്തിൻ്റെ മുമ്പിൽ പോലും താഴ്ന്നു പോകാൻ അനുവദിക്കാതെ ദൈവം മനോഹരമായിട്ട് ഒരു മനുഷ്യനെ വീണ്ടെടുക്കുന്നു എന്നുള്ളതാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു വച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു വാചകമുണ്ട്: ദൈവം നിൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് ഒരിക്കലും ക്ഷീണിതനാകുന്നില്ല, എന്നാൽ പാപമോചനം ചോദിച്ച് നീ ക്ഷീണിതനാകുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി എന്ന്. ഇത് പാപം ചെയ്തു കൂട്ടാനുള്ള ഒരു ലൈസൻസ് അല്ല, മറിച്ച് എത്രയൊക്കെ ഇടറിപ്പോയാലും
തമ്പുരാൻ്റെ സ്നേഹത്തിലേക്ക് നമ്മളെ തിരികെ വിളിക്കുന്ന ഒരു വിചാരമായിട്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ വാക്യം പറഞ്ഞു വെച്ചത്. സ്നേഹമുള്ളവരെ, പാപത്തിൻ്റെ അവസ്ഥകൾ നമുക്കെല്ലാവർക്കും വ്യത്യസ്തമായിരിക്കാം. പക്ഷേ എത്രയേറെ വീണു പോയിട്ടുണ്ടെങ്കിലും തമ്പുരാൻ്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ സ്വീകരിക്കാൻ നമ്മെ കാത്ത് ഒരു ദൈവമുണ്ട് എന്നുള്ളതാണ് ഈ സുവിശേഷം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത്. അത് ജീവിതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് തമ്പുരാൻ്റെ സ്നേഹത്തിൻ്റെ ആ മാധുര്യം ആസ്വദിക്കുവാൻ നമുക്കെല്ലാവർക്കും മടങ്ങി വന്നുകൊണ്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.